ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാവണമെന്നില്ല, എങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പൊ ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിറം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളതെന്ന് നോക്കാം. നമുക്കിതൊരു 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഡെയിലി ബേസിസിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേ നമ്മുടെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ, സൺടാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിമ്പിൾസിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട്, പിമ്പിൾസ് എന്താ പറയാ, ഉള്ള പിമ്പിൾസിനെ ഒരിക്കലും പോകാനായിട്ടല്ല, പുതിയ പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിറോണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൽ മാറ്റങ്ങൾ അറിയാനായിട്ട് തുടങ്ങും. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ തുടങ്ങും, ബ്രൈറ്റൻ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡൗൺ ചെയ്ത് സ്കിൻ നല്ല സോഫ്റ്റും നല്ല സ്മൂത്തും ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടാണ് പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ മാർക്സ് തെളിഞ്ഞു നിൽക്കുക, മൂക്കിന് മുകളിലുണ്ടാവുന്ന വര, മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ, അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ സിറം മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. സിറം യൂസ് ചെയ്യുന്നതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്, അപ്പൊ അതും പറയാം. പിന്നെ നമുക്ക് രാത്രി യൂസ് ചെയ്യുന്ന സിറം, പകൽ യൂസ് ചെയ്യുന്ന സിറം ഒക്കെ ഉണ്ട്. അപ്പൊ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക സിറംസും നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വിറ്റമിൻ സി സിറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറോണ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കും, സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും യങ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ വിറ്റമിൻ സി സിറം നമുക്ക് പകൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ്. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ വിറ്റമിൻ സി സിറം യൂസ് ചെയ്താലും ഇല്ലെങ്കിലും സൺസ്ക്രീൻ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഡെയിലി ബേസിസ് ആയിട്ട് നമ്മളിത് ഉൾപ്പെടുത്തേണ്ടത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ നമ്മൾ വെളിയിൽ പോയാലും അതല്ല വീട്ടിനകത്താണ് ഇരിക്കണമെങ്കിൽ പോലും നമ്മളിത് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ ലൈറ്റിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഇതിൽ നിന്നും അടുപ്പിൽ ഇപ്പോൾ ഗ്യാസിലായിക്കോട്ടെ അല്ലെങ്കിൽ നോർമലായിട്ട് അടുപ്പിൽ നിന്നുള്ള ആ ഒരു ചൂടിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോവാത്തത് കൊണ്ട് അപ്ലൈ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പായിട്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ടോ ഇല്ലേ, സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ ഇല്ലേ, അതിലൊന്നും അല്ല കാര്യം. അപ്പൊ എത്ര മഴയായിട്ടുണ്ടെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും, നമുക്കത് കാണാൻ കഴിയാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിറം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ സിറം യൂസ് ചെയ്യുന്നതിന് 2-3 സ്റ്റെപ്പുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സിറം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബൗളെടുക്കുക. അതിലേക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ കയ്യിലില്ലാത്തവരും അവൈലബിൾ ആയിട്ടൊന്നും ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ടോണർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, ടോണർ അല്ലെങ്കിൽ റോസ് വാട്ടർ തന്നെ വേണമെങ്കിൽ നമുക്കിത് ഒരുപാട് നാളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂണോളം, ഏകദേശം ഒരു 30 ml ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയപ്പോൾ അത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 7 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഫ്രോണാണ്. സാഫ്രോണിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് തരാനും അതുവഴി തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സാഫ്രോൺ മീൻസ് കുങ്കുമപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതുപോലെ ഒരു 2 പിഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ 2 നുള്ളായിട്ട് നുള്ളിയെടുത്ത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ കയ്യിലിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു എന്താ പറയുക, സാഫ്രോൺസ് ആണ്. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ സാഫ്രോണിൻ്റെ കളർ ഇറങ്ങാനായിട്ട് കുറച്ചധികം ടൈം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സാഫ്രോൺ ഇട്ടതിന് ശേഷം കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയാണ്. അപ്പം
ഉണക്കമുന്തിരി എടുക്കുമ്പോൾ നല്ല കറുത്ത ഉണക്കമുന്തിരി എടുക്കുക. അത് നന്നായിട്ട് ഏകദേശം ഒരു 10 പീസ് എടുത്താൽ മതിയാവും. അത് നന്നായിട്ട് കഴുകി നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരിക. അതിനുശേഷം അതിനെ ഇങ്ങനെ ചെറിയ പീസാക്കി ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് ഇട്ട് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ നമുക്ക് പിച്ചി എടുക്കാൻ നല്ല എളുപ്പമുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് അതിനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റോളം സോക്ക് ചെയ്തതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓവർനൈറ്റ് ഇട്ട് വെച്ച് രാവിലെ ഇത് സിറം തയ്യാറാക്കി എടുക്കുന്നതിന് നല്ലത്. കാരണം നമുക്ക് ആ ഒരു കുങ്കുമപ്പൂവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റൈസിൻസിൻ്റെ, അതായത് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതിൻ്റെയും ബെനിഫിറ്റ് നമുക്ക് നന്നായിട്ട് ആ ഒരു റോസ് വാട്ടറിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് ഓവർനൈറ്റ് വെച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഓവർനൈറ്റ് ഫുള്ളായിട്ട് സോക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റോളം ഇതിങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിന് ശേഷം നമ്മൾ 30 മിനിറ്റ് ഇതിനെ നല്ല പോലെ തന്നെ സോക്ക് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും. നല്ലൊരു കൊഴുപ്പുണ്ടാവും നമ്മുടെ ആ ഒരു സിറത്തിൻ്റെ കൺസിസ്റ്റൻസിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഞരടി ആ ഒരു സത്തൊക്കെ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇറക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു മുന്തിരിയിലുള്ള സത്തും അതുപോലെ തന്നെ സാഫ്രോൺസിൻ്റെ സത്തും ഒക്കെ നമുക്ക് ആ റോസ് വാട്ടറിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നും വെച്ച് അരിച്ചെടുക്കുന്നില്ല. ആ ഒരു അതായത് ആ ഒരു വേസ്റ്റ് മാത്രം ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം തെളിച്ച് കുപ്പിയിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെയിനേജ് വെച്ചിട്ട് നല്ലൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തുണി ഉണ്ടല്ലോ, കോട്ടൻ്റെ വെള്ളത്തുണി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഒരു സത്തുണ്ടല്ലോ അത് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം. കാരണം അതിനകത്ത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു ഗുണങ്ങൾ നമ്മൾ ആ റോസ് വാട്ടറിലേക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ സാഫ്രോൺസിൻ്റെ ചെറിയ ഇതൊക്കെ അതിനകത്തുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫില്ലറിൽ നമുക്ക് ചിലപ്പോൾ കയറി വരാനും ബ്ലോക്ക് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ മാറ്റുന്നത്. അതല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതലും അരിച്ച് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ നല്ലൊരു ഗ്ലാസ് ടിന്നിലേക്ക്, നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഡ്രോപ്പറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴേക്ക് പോവാതെ വേറൊരു പാത്രം വെച്ച് നമുക്കങ്ങനെ മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ഫില്ലർ വെച്ചിട്ട് തന്നെ വീണ്ടും ഡിപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇത് വേസ്റ്റ്, അതായത് ആ സത്തുകളൊന്നും അതിനകത്തേക്ക് പോവാതെ നോക്കുക. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലർ ബ്ലോക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലറിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് 1 മന്ത് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം. 30 ml തയ്യാറാക്കി കഴിഞ്ഞാൽ 1 മന്ത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് സിറം തയ്യാറാക്കി എന്നുള്ള കാര്യം. പിന്നെ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നമ്മൾ സാധാരണ സിറം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കാണിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഈവനിങ് സ്കിൻ കെയർ ആയാലും മോർണിംഗ് സ്കിൻ കെയർ ആയാലും നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാന്നുള്ളതാണ്. ഈവൻ നമുക്കിപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷ് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, പാരബൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ, SLS ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുക. വളരെ ജെന്റിലായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ മാമാർത്തിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്താണ് ഫേസ് വാഷ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ടീ ട്രീയുടെ ഫേസ് വാഷ് ആണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ജെന്റിലായിട്ട് നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആഗ്നീസ് ഒക്കെ വരുന്ന സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത് തടയാനും പ്രിവെന്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മാമാർത്തിന്റെ എല്ലാ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിന് ഇപ്പം പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് ഉണ്ടാവും. അതുപോലെ തന്നെ മാമാർത്തിന്റെ സൈറ്റിലും ആമസോണിലും നൈക്കയിലും പർപ്പിളിലും ഒക്കെ മാമാർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീനിലായിട്ട് എല്ലാതും മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ടീ ട്രീയുടെ ഫേസ് വാഷ് യൂസ് ചെയ്താണ് ഫേസ് ഓൾറെഡി വാഷ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഫേസ് ഒന്ന് പാറ്ററൈസ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ലൊരു ടോണറാണ്. അപ്പോൾ ടോണറിനായിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലമ്മിൻ്റെ ടോണർ എടുത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബോഡി ഷോപ്പിൻ്റെ ട്രീറ്റീഡതായിരുന്നു. അത് നല്ല ടോണറാണ്, കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്കത് വാങ്ങിക്കണം. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടായിരുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ സ്കിന്നിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോട്ടൺ പാടില്ലോ, എനിക്ക് സ്പ്രേ ചെയ്യുന്ന ടോണറാണ് ഇഷ്ടം. പക്ഷെ ഇതിനകത്ത് സ്പ്രേയർ ഇല്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. നല്ല ടോണറാണ്. നമ്മുടെ ബോഡി ഷോപ്പും അതുപോലെ തന്നെയാണ്. സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല. കോട്ടൺ പാഡിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആയി പോകും. സ്പ്രേ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആവും എന്നുള്ളതാണ്. ഈവൻ നമുക്കൊന്ന് പാറ്ററൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അതൊന്ന് അബ്സോർബ് ആയിട്ടുണ്ടാവും. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ടൊന്ന് അബ്സോർബ് ആയതിനു ശേഷം അപ്പോൾ ശ്രദ്ധിക്കുക, ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ടോണർ യൂസ് ചെയ്യുക. നൈറ്റ് ടൈം സ്കിൻ കെയർ ആണ് കേട്ടോ പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ സിറം ഉണ്ടല്ലോ, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു 3 ഡ്രോപ്പ് തന്നെ മതിയാവും. നമ്മുടെ ഫേസിന്റെ വലിപ്പം അനുസരിച്ച് എടുക്കുക കേട്ടോ. 3-4 ഡ്രോപ്പ് മതിയാവും. അതിനുശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കിന്നിൽ നന്നായിട്ട് നമ്മുടെ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സിറം മാത്രം അപ്ലൈ ചെയ്ത് ഒരിക്കലും കിടന്നുറങ്ങാനായിട്ട് പോകരുത്. നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മാമാഅർത്തിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതും ടീ ട്രീയും സാലിസിലിക്കും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഓപ്പൺ പോഴ്സ് ഉള്ള സ്കിൻ ടൈപ്പ് ആർക്കും, ആഗ്നേസ് വരുന്ന സ്കിൻ ടൈപ്പ് ആർക്കും ഒക്കെ മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയുന്ന നല്ലൊരു ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക്കിന്റെ സിറം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണിച്ച ഈ ഒരു സിറത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാലിസിലിക്കിന്റെ സിറം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി അത് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം ട്രൈ ചെയ്തു, എങ്ങനെയുണ്ടെന്ന് ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് മാമാഅർത്തിന്റെ സിറാണ്, മോയ്സ്ചറൈസർ ആണ്. ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ സിറം അപ്ലൈ ചെയ്ത് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആയി കഴിയുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുക്കുക. അപ്പം ഞാൻ എടുത്തേക്കുന്നത് മാമാഅർത്തിന്റെ തന്നെ മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നല്ലൊരു ഗ്ലോയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ സിറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഈവൻ നമ്മളിപ്പോൾ ഏതെങ്കിലും വൈറ്റനിങ് ക്രീംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം സ്കിന്നിലേക്ക് നന്നായി അബ്സോർബ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പകൽ ടൈമിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ കഴിഞ്ഞ ഉടനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ സ്കിന്നിലേക്ക് നന്നായിട്ട് അതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ഇതിന് നിങ്ങൾ ചെയ്യുക. 7 ഡേയ്സ് മാത്രം ചെയ്താൽ പോലെ കേട്ടോ. 7 ഡേയ്സിലേക്ക് ഒട്ടുമിക്ക സ്കിൻ ടൈപ്പ് ആർക്കും റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. പ്രോഡക്ട്സിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരെ.